ഹലോ ഗൈസ്, 90s കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ എല്ലാവരും വാങ്ങിക്കഴിച്ചിട്ടുള്ള ഒരു സാധനവും അരിയുണ്ട. നല്ല സോഫ്റ്റ് അരിയുണ്ട. അതുണ്ടാക്കുന്ന റെസിപ്പി എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കിയാലോ. നിങ്ങളിത് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഭയങ്കര സോഫ്റ്റും ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് എങ്ങനെ നോക്കിയാലോ. ആദ്യം ഞങ്ങളൊരു ഉച്ച സമയമാകുമ്പോൾ എന്ത് ചെയ്യുക, അരി കഴുകിയിടുക. നല്ല കഴുകിയിട്ട് ഈ നെറ്റ് പോലത്തെ വെച്ചിട്ട് ഇതാക്കി കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ ആ വെള്ളം മൊത്തം ഇതായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അരിയിൽ നിന്ന് ആ വെള്ളമൊക്കെ പോകും. അപ്പോൾ നമുക്കൊന്നും കൂടി ഹെൽപ്ഫുള്ളാവും. അപ്പോൾ നമ്മളൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്യാൻ പോവുകയാണേ. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഈ അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹൈ ലോ ആ രീതിയിൽ ഇങ്ങനെ ഫ്ലെയിം കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ആയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. കൂടുതലും ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി, കാരണം പെട്ടെന്ന് അരി കരിയും. നമ്മൾ ആദ്യം ഇതിങ്ങനെ ചൂടാക്കുന്ന സമയത്ത് എല്ലാ അരിയും ഇതാവില്ല കേട്ടോ, പൊട്ടില്ല. അങ്ങനെ പൊട്ടണം. പൊട്ടിയാലാണ് നമ്മൾ ഇത് കറക്റ്റ് ആ ഒരു പരുവായി നമ്മൾ അറിയാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി അരി നല്ല ഫ്രൈ ആയി കിട്ടും, പകുതി അരി ഫ്രൈ ആവാതെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഹൈയും ലോ ഒക്കെ മിക്സ് ചെയ്തിടുക. മാക്സിമം ഒരു മീഡിയം ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ എല്ലാ അരിയും ഫ്രൈ ആയി കിട്ടും. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക, അതിൻ്റെ ആ കളറ് മാറും. പിന്നെ എല്ലാ അരി ഇങ്ങനെ പൊട്ടണം. പൊട്ടിയാലാണ് അതിൻ്റെ പരുവ് അറിയാൻ പറ്റുക കേട്ടോ. ഈ അരിയുടെ ഈ വറക്കണ ഇതാണ് അതിൻ്റെ മെയിൻ പ്രോസസ്സ്. ഈ അരി നന്നായി വറുത്തില്ലെങ്കിൽ അതിങ്ങനെ കടിക്കാനൊന്നും ബുദ്ധിമുട്ടായിട്ട് ഈ അരിയുണ്ട തന്നെ ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ അരി വറക്കുന്നത് നിങ്ങൾ നല്ല നോട്ടീസ് ചെയ്ത് വറക്കുക, എന്നാലാണ് നിങ്ങളുടെ അരിയുണ്ട നല്ല ടേസ്റ്റുള്ള സോഫ്റ്റ് അരിയുണ്ടായി മാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നോട്ട് ചെയ്തിട്ട് നല്ലപോലെ ഇതാക്കുക. കുറേ പേർക്ക് ഈ അരിയുണ്ട കഴിക്കണം, കുറേ പേര് ഇപ്പോഴും കഴിച്ചിട്ടുണ്ടാവില്ല. കുറേ പേര് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഉണ്ടാക്കി വെക്കാം. അതേപോലെ ഈ കടയിൽ നിന്നൊക്കെ മേടിച്ച് ഇതാക്കണം നമ്മളിപ്പോൾ എത്രത്തോളം നമുക്ക് കെമിക്കലുണ്ടോ അങ്ങനെ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അത് നമ്മളുടെ ഇൻഗ്രീഡിയൻസ്, അതും വെറും 2-3 ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ കേട്ടോ. ഈ അരി വേണം. അത് നിങ്ങൾക്കിപ്പോൾ ഞങ്ങൾ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മട്ട അരി ഏകദേശം 2.5 ഗ്ലാസ് മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2.5 ഗ്ലാസ് മട്ട അരിയാണ് ഇപ്പോൾ ഈ കിടക്കുന്നത്. അത് ഞങ്ങൾ ഒറ്റയടിക്ക് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ബട്ട് ഞങ്ങളിത് പൊടിക്കുന്ന സമയത്ത് 2 ട്രിപ്പായിട്ട് പൊടിക്കുകയാണ് കേട്ടോ. പൊടിക്കുമ്പോഴും നമ്മൾ വെറുതെ അങ്ങനെ പൊടിക്കുകയല്ല, ഒരു ടിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ശർക്കര, ഒരു 4-5 അച്ച് ശർക്കര വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ച് അത് ഉരുക്കിയെടുക്കണം. കാരണം ഇതിലേക്ക് ശർക്കര പാവ് ഒഴിക്കണം. കണ്ടോ, അരി ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അടിയത്തെ മാത്രം കരിഞ്ഞു പോവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, തന്നെയാണ് അത് ശരിയാവുള്ളൂ. ഇതാണ് ഈ അരിയുണ്ടയുടെ ബേസ്. അപ്പോൾ ബേസ് കുളയാൽ എല്ലാം പോവും. അപ്പോൾ ഈ അരിയുടെ ഈ പ്രോസസ്സിങ് നല്ല ശ്രദ്ധിച്ച് കണ്ട് ചെയ്യുക, കാരണം പറഞ്ഞ പോലെ ഇത് കുളയാൽ എല്ലാം പോയി. 90s ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നൊസ്റ്റു ഐറ്റമാണ് ഈ അരിയുണ്ട. അതേപോലെ ഈ അരിയുണ്ട നമുക്ക് കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസം സ്റ്റോർ ചെയ്ത് നമുക്ക് വൈകുന്നേരം സമയത്ത് ചായയൊക്കെ കുടിക്കുമ്പോൾ ഓരോന്നെടുത്തിട്ട് കഴിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അരിയുണ്ട എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാത്തവരും ഇതുവരെ കഴിക്കാത്തവരൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ഞങ്ങൾ കുറേ വട്ടം ട്രൈ ചെയ്തിട്ടുണ്ട് അരിയുണ്ട റെസിപ്പി. എന്നിട്ട് ഇത്തവണ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര സോഫ്റ്റും സ്വീറ്റും എല്ലാം കറക്റ്റ് ലെവലായിട്ട് അടിപൊളിയായിട്ട് ശരിക്കുള്ള അരിയുണ്ട പോലെ വന്നിട്ടുണ്ട്. അതാണ് ഈ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, ഇതേപോലെ ചെയ്യാം. ഈ അരിയുടെ ബേസ് നല്ല ശ്രദ്ധിച്ച് ചെയ്യുക. ബാക്കിയൊക്കെ പിന്നെ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഈ അരി വറക്കുന്നത് ഭയങ്കര സൂക്ഷിച്ച് ചെയ്യുക, കാരണം ഈ അരി പൊടിക്കുന്നത് ഈ വറക്കുന്നതിലൂടെയാണ് അരിയുണ്ടയുടെ ടേസ്റ്റ് കൂടുക കേട്ടോ. ഈ അരിയുണ്ട പോലെ വേറൊരു സാധനം കേട്ടോ, ഗോതമ്പുണ്ട എന്ന് പറയും. ഭയങ്കര ടേസ്റ്റാണ് അതും ഞങ്ങൾ പണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഇപ്പോൾ കുറേ ആയിട്ട് ഉണ്ടാക്കിയിട്ട്. അപ്പം ഇനി എപ്പോഴെങ്കിലും ഞങ്ങൾ ഗോതമ്പുണ്ട എന്തെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഞാൻ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അതും ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ ഗോതമ്പുണ്ടൊക്കെ കുറേ ആയി കഴിച്ചിട്ട്, അരിയുണ്ട കുറച്ച് മുന്നേ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. ഉണ്ട കഴിച്ചിട്ട് കുറേ കൊല്ലമായിട്ടോ. അതിനി നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.
ഭയങ്കര ടേസ്റ്റാണ്, മസ്റ്റ് ഐറ്റംസാണ്. ഈ ഒരു വറവാണ് നമ്മൾ വേണ്ടത് കേട്ടോ. നമ്മുടെ ശർക്കരപ്പാനി ഇതേപോലെ മെൽറ്റ് ചെയ്തെടുക്കതാണ്ടോ. ഇതിപ്പോൾ എല്ലാം അരി എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അരി പൊടിച്ചെടുത്താലോ. അപ്പോൾ ഞങ്ങൾ 2 ട്രിപ്പായിട്ടാട്ടോ പൊടിച്ചെടുക്കണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പിൽ ഒരു തരിതൊരു മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നാൽ സെക്കൻഡ് ട്രിപ്പിൽ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത്. അപ്പോൾ ഇതാണ് നമ്മൾ അരിയുണ്ട സോഫ്റ്റ് ആവാനുള്ള സീക്രട്ട് ടിപ്പാണേ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ശർക്കരപ്പാനിയും തേങ്ങയൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാൻ പോവുകയാണേ. പിന്നെ ഞങ്ങൾ മിക്സിയിൽ പൊടിച്ച സമയത്ത് 2 ഏലക്ക ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കാണിക്കാൻ മറന്നതാണ്. പിന്നെ ഇതിലേക്ക് ഗീ ആഡ് ചെയ്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. കൈ കൊണ്ട് തന്നെയാണ് ഞാൻ കുഴക്കുന്നത് കേട്ടോ. കൈയോട് നല്ലപോലെ കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടി ശർക്കരയുടെ പാനി ആഡ് ചെയ്യുന്നുണ്ട്. നാലാണ് ഒന്നും കൂടി ആ കുഴയ്ക്കാനുള്ള പരിവാവുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കേ. അപ്പോൾ നമുക്ക് നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉണ്ട കുഴയ്ക്കാൻ പറ്റുന്ന പരിവായിട്ട് ഇതുപോലെ മാറും കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ സാവധാനം ബോളാക്കിയിട്ട് പിന്നെ നമ്മൾ പാത്രത്തേക്ക് വെക്കുക. എന്നിട്ട് ബോളൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്കിരുന്ന് കഴിക്കാം. അതിൻ്റെ ഇടയിലൊക്കെ 1-2 കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ഇങ്ങനെ ഓരോരോ ബോളായിട്ട് വയ്ക്കുക. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എടുത്തു പോകണമൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 46 ബോൾസാണ് കേട്ടോ കിട്ടി. ടോട്ടൽ എത്ര ബോളായി ഞാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലത്തെ അടിപൊളി വീഡിയോസിനായി ഞങ്ങളെ ചാനലായ 2K World ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി വെറൈറ്റി വീഡിയോസിനായി സ്റ്റേ ട്യൂൺ.